ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻ ഹോൾഡേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് വൺ 2-in-1 ആണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്, അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ കാണും, നിങ്ങളൊന്ന് ക്ഷമിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും റെഡിയാക്കുന്നതിലോട്ട് വരാം. ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് റോൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാർഡ്ബോർഡ് റോൾ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്ത് റോൾ ചെയ്തെടുത്താൽ മതി. എൻ്റെ കയ്യിൽ അത് കാർഡ്ബോർഡ് റോൾ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു കാർഡ്ബോർഡ് റോള് നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ട ആ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അത് വേറൊരു കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ പുറത്തൊട്ടിച്ച് നന്നായിട്ട് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്താൽ മാത്രമേ അത് നന്നായിട്ട് ഒട്ടിയിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഞാൻ ലാസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതൊന്ന് ഉണങ്ങി വന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കാം. ഞാൻ ഈ 2 കളർ മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ മിക്സ് ചെയ്തിട്ട് ഗൈസ് എനിക്കിങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയില്ല. എക്സാക്റ്റ് കളർ അടിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് പറയാൻ മറക്കരുത്. ഭയങ്കര ലൈറ്റായി പോയ പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഫുൾ ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുൾ പെയിൻ്റ് അടിച്ച് ഉണക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പേപ്പർ എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് അതിലിങ്ങനെ കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കാനാണ്. അപ്പോൾ ആദ്യം 2 കണ്ണ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പേപ്പർ എടുത്ത് മടക്കിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതൊക്കെ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മൂക്കും കൂടെ ഞാൻ ഒട്ടിച്ചു. പിന്നെ ആ മൂക്ക് മാത്രം വെച്ചപ്പോൾ എന്തോ പോലെ തോന്നി ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കുറച്ച്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത്ര കളറില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പെന്ന് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ 2 ചെവിയും കൂടെ വെച്ച് സെറ്റായി. ഇതെനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു കേട്ടോ, ബാക്കിയില്ലാത്തതിനേക്കാൾ. പിന്നെ മൂക്ക് നല്ല രസമായിട്ടുണ്ട്, മീശ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു ഗൈസ്. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അടുത്ത് നമുക്ക് സെക്കൻഡ് വൺ ചെയ്യാം. അതിന് വേണ്ടി ഞാനൊരു ബൾബിൻ്റെ പെട്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് ചെറിയതും ഒന്ന് വലുതുമായിട്ട് കട്ട് ചെയ്യുക. പിന്നെ അത് ഫുള്ളൊന്ന് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. 2 ഭാഗം ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അകത്ത് കവർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഈ ഒരു രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ മുകളിൽ വേണോ താഴെ വേണോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ മുകളിൽ അല്ല താഴെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊന്ന് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പിങ്ക് കളറാണ് അടിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അടിക്കാം. പിന്നെ ഭയങ്കര സിമ്പിളായ പോലെ തോന്നിയുകൊണ്ട് 2 സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത് ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളിൽ ഈ ഒരു പെട്ടി ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതും. ആ മുകളിലുള്ളതിൽ സ്കെച്ച് പെൻസും പെൻസൊക്കെ ഇട്ട് വെക്കാം. താഴെയുള്ളതിൽ കുട്ടി കുട്ടി സാധനങ്ങൾ, അതായത് എറേസേഴ്സ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ടെടുത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചെയ്യാം. ഇതാണ് ഒരു ഫ്ലവർ വേസിൻ്റെ ലുക്കൊക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടോ. അതായത് 2-in-1 ആണെന്ന് പറഞ്ഞില്ല, അത് ഇതാണ്. അപ്പോൾ ആദ്യം ഒരു കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ ഫ്രണ്ടിലത്തെ ഒരു പോർഷൻ ഇളക്കിയെടുക്കുക. ഒരു പേപ്പർ ഇതുണ്ടല്ലോ, ആ ഒരു ഫസ്റ്റ് തിരിക്കുന്നത് അത് മാത്രം ഇളക്കിയെടുക്കുക. പിന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പുറത്ത് വെച്ച് ഒട്ടിക്കുക. ഇത് നന്നായിട്ട് പ്രസ് ചെയ്യണം. പക്ഷേ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്തില്ല ഗൈസ്. 1-2 പ്രാവശ്യം ചെയ്തതുകൊണ്ട് അത് ഇളകി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ഉണങ്ങി വന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ 2 പെയിൻറ്റും കൂടെ മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള കളറായിരുന്നില്ല ഗൈസ്, വേറെ കളറായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുള്ള് കളർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതിൽ സ്കെച്ചൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ അതിനേക്കാളും എനിക്കെന്തോ ഫ്ലവർ ഇട്ട് കൊടുക്കാൻ തോന്നിയുകൊണ്ട് ഞാൻ ഹോം മെയ്ഡ് ആയിട്ടുണ്ടാക്കിയ റോസ് ഫ്ലവേഴ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ഫ്ലവറിന് ലെങ്ത്ത് കൂടുതലായിരുന്നു. ഞാൻ ബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ വേറൊരു ഫ്ലവറും കൂടി ഇട്ട് കൊടുത്തു. പക്ഷേ ഇതെന്തോ പേപ്പർ ചുരുട്ടി വെച്ചോലെ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻ ഹോൾഡേഴ്സ്. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.